ഈഡൻ ഗാർഡൻസിന്റെ ആകാശം പെയ്യുമോ? കാലാവസ്ഥാ പ്രവചനങ്ങളൊക്കെ അനുകൂലമായിരുന്നിട്ടും വെറുതെ ഒരാശങ്ക ഇന്ത്യൻ ആരാധകരുടെ ഉള്ളിൽ തളം കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. കോരിച്ചൊരിയുന്നൊരു മഴ മതി, മടക്ക ടിക്കറ്റ് അടിച്ച് കയ്യിൽ കിട്ടും. ഒടുവിൽ ഇടിച്ചുകുത്തി പെയ്തു. ആകാശമല്ല, ഈഡൻ ഗാർഡൻസിലെ 22 വാര പിച്ചിലൊരു മനുഷ്യൻ, സഞ്ജു വിശ്വനാഥ് സാംസൺ. സഞ്ജു രാജ്യത്തിനായി കളത്തിലിറങ്ങിയില്ലെങ്കിൽ നഷ്ടം അയാൾക്കല്ല, ഇന്ത്യക്കാണ്. 2020 സെപ്റ്റംബറിലാണ് ഗൗതം ഗംഭീർ ഈ പ്രസ്താവന നടത്തുന്നത്. അന്ന് അയാൾ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലക വേഷം അണിഞ്ഞിട്ടില്ല. സഞ്ജു ഇന്ത്യക്കായപ്പോൾ വിരലിലെണ്ണാവുന്ന മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കുമൊക്കെ നിങ്ങൾ കൊടുക്കുന്ന പിന്തുണ അയാൾക്ക് നൽകാത്തത് എന്തുകൊണ്ടാണെന്നാണ് ഗംഭീർ അന്ന് ചോദിച്ചത്. 6 വർഷങ്ങൾക്കിപ്പുറം ഗംഭീർ ഇന്ത്യൻ ഡഗൌട്ടിൽ ഇരിപ്പുണ്ട്. T20 ലോകകപ്പുകളുടെ ചരിത്രത്തിലെ തന്നെ ഇന്ത്യയുടെ റെക്കോർഡ് റൺ ചേസ് അരങ്ങേറുമ്പോൾ പിച്ചിൽ സഞ്ജു നിലയുറപ്പിച്ചിരിക്കുന്നു. സമ്മർദ്ദത്തിൻ്റെ പരകോടിയിൽ പതറിപ്പോയ അനുഭവങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് അയാൾക്ക്. അധികം ദൂരേക്കൊന്നും സഞ്ചരിക്കേണ്ട, അടുത്ത്, ഏറ്റവും അടുത്ത് ഇക്കുറി വീണുപോകില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഒടുവിൽ വിരാട് കോഹ്ലിയുടെ റെക്കോർഡ് ഈഡൻ ഗാർഡൻസിൽ കടപുഴകി വീണു. 2011 ഏകദിന ലോകകപ്പ് ഫൈനലിൽ സച്ചിനും വീരുവും മലിംഗയ്ക്ക് തലവെച്ചു കൊടുത്തപ്പോൾ വാങ്കഡയുടെ ആകാശത്തുരുണ്ടുകൂടിയ സമ്മർദ്ദങ്ങളെ മുഴുവൻ അടിച്ചതിർത്തിയിലിട്ടൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാളുടെ കുപ്പായത്തിൽ പുരണ്ട ചളി ഉണങ്ങാത്തൊരടയാളക്കുറിയായി ഓർമ്മകളിൽ പുരണ്ടു കിടപ്പുണ്ട് ഇപ്പോഴും. ദാ ബെഞ്ചിൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതുതലമുറക്കൊപ്പം അയാൾ ഇരിപ്പുണ്ട്. വൺ ഡൗണായി ഇറങ്ങിയ ഗംഭീർ അന്ന് ഇന്ത്യൻ സ്കോർ ബോർഡിന് സംഭാവന ചെയ്തത് 97 റൺസാണ്. പൊന്നും വിലയുണ്ടായിരുന്നു അന്നതിന്, യാദൃശ്ചികമാകണം. അങ്ങനെ സമ്മർദ്ദം ഉരുണ്ടുകൂടിയ മറ്റൊരാകാശത്തിന് താഴെ സഞ്ജുവിന്റെ സ്കോറും 97ആണ്. ഗുഡഗേഷ് മോട്ടി അതിർത്തി കടത്തി സഞ്ജു അർദ്ധ സെഞ്ചുറികൾ തൊടുമ്പോൾ ഇരിപ്പിടത്തിൽ നിന്ന് ചാടിയണിറ്റ് ഗംഭീർ കൈയടിക്കുന്നത് കാണാമായിരുന്നു. നമീബിയക്കും സിംബാബ്വേക്കുമെതിരായ മത്സരങ്ങളിൽ സഞ്ജുവിൻ്റെ സ്കോർ 30+ കടന്നിട്ടില്ല. പക്ഷേ ഡ്രസ്സിംഗ് റൂമിൽ ഗംഭീർ ആദ്യം പ്രശംസിച്ചത് അയാളെയാണ്. സിംബാബ്വേക്കെതിരെ 15 പന്തിൽ 24 റൺസുമായി മടങ്ങുമ്പോൾ ഡഗൌട്ടിൽ സഞ്ജുവിന് കൈകൊടുക്കുന്ന ഗംഭീറിനെ കണ്ടു. സ്കോർ എത്രയാണെന്നല്ല, ആ ഇന്നിങ്സ് ടീമിന് നൽകുന്ന ഇമ്പാക്റ്റ് എത്രയാണ് എന്നതാണ് പ്രധാനം. 2024 ലോകകപ്പ് വിജയത്തിന് ശേഷം ഇന്ത്യ T20 ക്രിക്കറ്റിൽ പുലർത്തുന്ന അപ്രമാദിത്വത്തിനുള്ള സുപ്രധാന കാരണം ടീമിൻ്റെ അഗ്രസീവ് അപ്രോച്ചാണ്. വരുന്നവനും പോകുന്നവനുമൊക്കെ അപ്പുറത്താരാണെന്ന് നോക്കാതെ പന്തടിച്ച് അതിർത്തിയിലിടുന്നു. പിച്ചോ എതിരാളികളുടെ വലിപ്പമോ ഒന്നും അവരുടെ പരിഗണനാ വിഷയമേ അല്ല. അങ്ങനെ ക്രിക്കറ്റ് ലോകത്ത് ഒരു റൈഫിൾ ക്ലബ്ബായി സൂര്യകുമാർ യാദവും സംഘവും പടർന്ന് പന്തലിച്ചു. സഞ്ജു ടൂർണമെൻറ്റിൽ ഇതിനു മുമ്പ് കളത്തിലിറങ്ങിയ 2 മത്സരങ്ങളിലും ഇന്ത്യക്ക് നൽകിയ ക്യുക്ക് സ്റ്റാർട്ടിനെയാണ് ഗംഭീർ അഭിനന്ദിച്ചത് എങ്കിൽ ഇന്നലെ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. രവിശാസ്ത്രി ആ ഇന്നിങ്സ് കണ്ട് പലകുറി കമൻട്രി ബോക്സിലിരുന്ന് കാം ആൻഡ് കമ്പോസ്ഡ് എന്ന് ആവർത്തിച്ചു. ഫുട് വർക്കിനെ കുറിച്ച്, ഷോർട്ട് ബോളുകളിൽ നിരന്തരം പരാജയപ്പെടുന്നതിനെക്കുറിച്ച്, ലെഗ് സൈഡിലേക്ക് അധികം ഇറങ്ങി സ്റ്റമ്പുകൾ തുറന്നു കാണിക്കുന്നതിനെക്കുറിച്ച്, സഞ്ജു ആവർത്തിക്കുന്ന പിഴവുകളെക്കുറിച്ച് ക്രിക്കറ്റ് പണ്ഡിറ്റുകൾക്കിടയിൽ ചർച്ചകൾ പലതും അരങ്ങേറിയിരുന്നു. ഇപ്പോഴും അതുണ്ട്. എന്നാൽ ഒരല്പനേരത്തേക്ക് അതൊക്കെ മറക്കാം. കാരണം തലമുറകൾ ഓർമ്മിക്കാൻ പോകുന്നൊരു ഇന്നിങ്സാണ് അയാൾ ഇന്നലെ രാജ്യത്തിന് സമ്മാനിച്ചത്. ലോകകപ്പിലെ ആദ്യ 5 മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ ആയിരുന്നില്ല സഞ്ജു. അഭിഷേകിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് നമീബിയക്കെതിരെ അവസരം കിട്ടിയത്. എന്നാൽ പ്രോട്ടിയാസിനെതിരായ തോൽവിയോടെ ടീം കോമ്പിനേഷൻ പൊളിക്കാൻ നിർബന്ധിതനായി ഗംഭീർ. ഓഫ് സ്പിന്നർമാരെ വെച്ച് ഇന്ത്യയുടെ ഓപ്പണർമാരെ കുഞ്ഞൻ ടീമുകൾ വരെ കെണിയിൽ വീഴ്ത്തി. ഇത് ബോധ്യമാകാൻ ഒരു തോൽവി വേണ്ടി വന്നു. അതിനു മുമ്പ് വരെ ആർക്ക് പകരമാണ് ഞാൻ സഞ്ജുവിനെ ഇറക്കേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന സ്കൈ ചെപ്പോക്കിൽ ആ പേര് വിളിച്ച് പറയുമ്പോൾ ഗാലറി ആവേശക്കടലായി. ഈഡൻ ഗാർഡൻസിൽ അഭിഷേകിനൊപ്പം ക്രീസിലെത്തിയ സഞ്ജുവിന് മുന്നിൽ ഒരു വലിയ കടമ്പയാണ് കിടപ്പുണ്ടായിരുന്നത്. ഓൾ ഔട്ട് അറ്റാക്കിന് മുതിരാം, അല്ലെങ്കിൽ സൂക്ഷ്മതയോടെ കളിക്കാം. സഞ്ജു ക്രീസിൽ കാമായിരുന്നു. അഭിഷേകും ഇഷാൻ കിഷനും പവർ പ്ലേയിൽ തന്നെ വീണു. ഒരു റെസ്പോൺസിബിൾ ഇന്നിങ്സ് പിറന്നില്ലെങ്കിൽ ടീം നാണം കെടും, തീർച്ച. ഷിംറോൺ ഹെറ്റ്മെയർ മൈതാനത്ത് പറന്നു നടക്കുകയാണ്. ഇന്ത്യ ഫീൽഡിൽ പല പിഴവുകളും വരുത്തിയൊരു ദിവസം വിൻഡീസ് ഫീൽഡിനെ പിഴവുകളില്ലാതെ കാക്കുന്നു. അഭിഷേകും ഇഷാനും ഹെറ്റ്മെയറിൻ്റെ കയ്യിലാണ് വിശ്രമിച്ചത്. മത്സരത്തിൽ ഇതുപോലെ ഉയർന്നു പൊങ്ങിയൊരു പന്തിനെ അഭിഷേക് കൈവിട്ട് കളയുന്നുണ്ട്. ആദ്യ ഓവർ റിയാൻ അക്കീൽ ഹുസൈനെ ഷായ് ഹോപ്പ് പന്തേൽപ്പിക്കുന്നു. പവർ പ്ലേയിൽ തന്നെ സ്പിൻ കെണി ഒരുക്കാനായിരുന്നു പദ്ധതി. എന്നാൽ അക്കീൽ ഹുസൈൻ്റെ 2ാം ഓവറിൽ സഞ്ജു തുടരെ 2 സിക്സും 1 4ഉം വായിച്ചു. കഥ അവിടെയാണ് ആരംഭിക്കുന്നത്. അതേ ഓവറിലാണ് അഭിഷേക് വീണത്. 5ാം ഓവറിൽ ജെയ്സൺ ഹോൾഡർക്ക് തലവെച്ച് കൊടുത്ത് ഇഷാൻ്റെ മടക്കം. ഈഡൻ ഗാർഡൻസിൽ തടിച്ചുകൂടിയ 58,000 മനുഷ്യർ നിശബ്ദമായി ഇതൊക്കെ കണ്ടുനിന്നു. പിന്നെ ക്യാപ്റ്റൻ സ്കൈ സഞ്ജുവിനൊപ്പം ക്രീസിൽ ഒന്നിച്ചു. 2 റൈറ്റ് ഹാൻഡർമാർ ക്രീസിൽ ഒന്നിച്ചപ്പോൾ ഷായ് ഹോപ്പ്
തൻ്റെ ലെഫ്റ്റ് ആം സ്പിന്നർമാരെ ഇറക്കി മിഡിൽ ഓവറുകളിൽ ഇന്ത്യയെ കുഴക്കാൻ തീരുമാനിച്ചു. 10ാം ഓവറിൽ സഞ്ജുവിൻ്റെ 50 എത്തി. 11ാം ഓവറിൽ സൂര്യ വീണു. തിലക് ക്രീസിലെത്തിയതും ഓഫ് സ്പിന്നർ റോസ്റ്റൻ ചേസ് പന്തെടുത്തു. 12ാം ഓവറിൽ 3 റൺസാണ് ആകെ പറന്നത്. വിൻഡീസ് കളിയിലേക്ക് തിരികെ വരുന്നതിൻ്റെ സൂചനകൾ നൽകുകയായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ഓവറിൽ ഷമാർ ജോസഫിനെ തുടരെ ബൗണ്ടറികൾ പായിച്ച് ഇന്ത്യ കളിയിലേക്ക് തിരികെ വന്നു. 14ാം ഓവറിൽ വീണ്ടും റോസ്റ്റൻ ചേസ്. എന്നാൽ ആ ഓവറിലെ അവസാന പന്തിനെ തിലക് തന്നെ അടിച്ച് ഗാലറിയിലിട്ടു. 15ാം ഓവറിൽ ഒരു ക്രൂഷ്യൽ ഇന്നിങ്സിന് ശേഷം തിലക് മടങ്ങുന്നു. പിന്നെ ഹാർദിക്കിനെയും ദുബൈയെയും കൂട്ടുപിടിച്ച് സഞ്ജു സമ്മർദ്ദങ്ങളെയൊക്കെ ബൗണ്ടറി കടത്തി. 19ാം ഓവറിൽ ദുബൈ ക്രീസിലെത്തിയതും പായിച്ച 2 ഫോറുകൾ ഈഡൻ ഗാർഡൻസിനെ ആവേശക്കടലാക്കി. ആ ബൗണ്ടറികൾക്ക് ഈ വിജയത്തിൽ നിർണായക റോളുണ്ട്. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ടിയിരുന്നത് 7 റൺസാണ്. സഞ്ജു കാത്തു നിൽക്കാൻ ഒരുക്കമായിരുന്നില്ല. ഷെഫേർഡിൻ്റെ ആദ്യ പന്ത് ഡീപ് സ്ക്വയർ ലെഗിലൂടെ ഗാലറിയിലേക്ക് മൂളിപ്പറന്നു. തൊട്ടടുത്ത പന്ത് അതിർത്തിയിലേക്ക് പായുമ്പോൾ ആ 22 വാര പിച്ചിൽ മുട്ടുകുത്തിയിരുന്ന് അയാൾ ആകാശത്തേക്ക് കൈ ഉയർത്തി. ആ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. ഇതിനേക്കാൾ മനോഹരമായൊരു കാഴ്ച ഇന്നലെ ഈഡൻ ഗാർഡൻസ് കണ്ടിട്ടില്ല. 10 വർഷങ്ങൾക്ക് മുമ്പാണ് 2016 T20 ലോകകപ്പ് സെമിയിൽ ലെൻഡി സിമൺസും ആൻഡ്രെ റസലും ചേർന്ന് മഹേന്ദ്ര സിംഗ് ധോണിയുടെ സംഘത്തെ വാങ്കടയിലിട്ട് കശക്കി എറിഞ്ഞു. വിരാട് കോഹ്ലി എറിഞ്ഞ അവസാന ഓവറിൽ തുടരെ 2 ബൗണ്ടറികൾ പായിച്ച് നിശബ്ദമായി കിടക്കുന്ന ഗാലറിക്ക് മുന്നിലൂടെ റസൽ ആക്രോശിച്ചോടുന്നുണ്ട്. പിന്നെ ഈഡൻ ഗാർഡൻസിൽ അരങ്ങേറിയ ഫൈനലിൽ കാർലോസ് ബ്രാത്ത്വെയ്റ്റ് മാജിക്കിൽ അവർ വിശ്വകിരീടമണിഞ്ഞു. ലോകകപ്പിൽ ഒരിക്കൽ പോലും തങ്ങളെ ചതിക്കാത്ത ഈഡൻ ഗാർഡൻസിൽ ഇതാ കരീബിയൻ സംഘം കടപുടകി വീണിരിക്കുന്നു. ഇന്ത്യ ആ വലിയ കണക്ക് തീർക്കുന്നു. അന്ന് ക്യാപ്റ്റനായിരുന്ന ഡാരൻ സമി ഇന്നലെ സഞ്ജു കളന്നിറങ്ങുന്ന സമയത്ത് ഡഗൌട്ടിൽ പരക്കം പായുകയായിരുന്നു. ഡ്രിങ്ക് ബ്രേക്കുകളിലൊക്കെ മൈതാനത്തിറങ്ങി വന്ന് അയാൾ തൻ്റെ കുട്ടികൾക്ക് പല ഉപദേശങ്ങളും നൽകി. സ്ലോവർ ബോളുകൾ, ഷോർട്ട് ബോളുകൾ, പല ഗണികളും വിൻഡീസ് ബോളർമാർ സഞ്ജുവിനായി ഒരുക്കി. എന്നാൽ അതിലൊന്നും അയാൾ വീണില്ല. ഇന്നലെ സഞ്ജുവിന് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം സമ്മാനിക്കാനെത്തിയത് കാർലോസ് ബ്രാത്ത്വെയ്റ്റ് ആണ്. അത് അയാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങേണ്ടതും. രാജ്യം ഒരു വീരനായകനെ പോലെ ഇന്ന് സഞ്ജുവിനെ ആഘോഷിക്കുകയാണ്. കമൻട്രി ബോക്സിലിരുന്ന് സുനിൽ ഗവാസ്കർ പറഞ്ഞു വെച്ചതിൽ എല്ലാം ഉണ്ട്. എവ്രിവൺ വാണ്ട്സ് ഹിം ടു പ്ലേ വെൽ. ആരാണ് ഈ സുനിൽ ഗവാസ്കർ എന്ന കാര്യം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. പാകിസ്ഥാൻ പുറത്തായാലും ഇല്ലെങ്കിലും ഇന്ത്യ സെമി കാണില്ലെന്ന് പറഞ്ഞ പ്രവചന സിംഹം മുഹമ്മദ് ആമിർ ഇപ്പോൾ എവിടെയാണോ ആവോ? അറിയില്ല.